എന്റെ പൊന്ന് സൽമോൻ ചേട്ടാ, നിങ്ങൾ ഇത്രയും കാമത്തവളാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലേട്ടാ. നിങ്ങളെ കുറിച്ച് എങ്ങനെയൊന്നും അല്ല ഞാൻ കരുതിയിരുന്നത്. നിങ്ങൾ ഈ ലോകം രക്ഷിക്കുന്ന രക്ഷകനും അതേപോലെ തന്നെ നിങ്ങളെ പെനഞ്ഞുള്ള നടത്തയും നിരങ്ങിയുള്ള ഡാൻസും അത് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു മിസ്റ്റർ സൽമോൻജി. എനിക്ക് നിങ്ങളാ അത്രയ്ക്ക് നല്ലൊരു നടനാണ്. നിങ്ങൾ കരഞ്ഞാലും ചിരിച്ചാലും അതേ കണക്ക് തന്നെ പിടുത്താലും ഒരേ എക്സ്പ്രഷനാണ്. ഇയാൾ കക്കൂസിലിരിക്കണമെങ്കിലും ഒരേ എക്സ്പ്രഷനാണ്. എല്ലാത്തിനും കൂടി ഒരു എക്സ്പ്രഷൻ, അതാകുന്നു സൽമോൻജി. പക്ഷേ അതെല്ലാം നമ്മൾ സഹിച്ച് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു മിസ്റ്റർ സൽമോൻജി. എന്നാൽ ഇത് നമുക്ക് സഹിക്കാൻ പറ്റൂല. ഇത്രയും പറയാൻ കാരണം കൊണ്ട് എനിക്ക് ഈ കാണുന്ന കുഞ്ഞു പാക്കാന്ത കുർണാപ്പി ബാലകൻ ഒരു കാർ ഇടിക്കാൻ വരികയാണ്. അന്നേരം നമ്മളെ ഈ സൽമോൻജി അണ്ണൻ ചെയ്യണ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ ആ സൈക്കിളോടെ പൊക്കിയെടുത്ത് ആകാശത്തോട്ട് പണവാരത്തോട്ട് വലിച്ചെറിയും. നിനക്ക് അത് എന്തൊരു പരിപാടി മിസ്റ്റർ സൽമോൻജി അണ്ണ നിങ്ങൾ കാണിച്ചത്. ബാലയ്യ പോലും ഇതേപോലെ കാണിക്കൂല, അറിയാമോ നിങ്ങൾക്ക്? ആ കൊച്ചെറുക്കം വാണം കണക്കാണ് പറഞ്ഞു പോണത്. എടോ, താൻ ആ കൊച്ചിനെ എടുത്തെങ്കിൽ അങ്ങോട്ടങ്ങ് മാറി നിന്നൂടെ? എന്തിന് വലിച്ചെറിയണം ആ പാവത്തിന്? എന്നിട്ട് അതേ കാറ് തന്നെ ഈ പെണ്ണും പിള്ളേനെ അടിക്കാനായിട്ട് വരും. അപ്പൊ അണ്ണൻ ചെയ്യുന്ന പരിപാടിയാണ് ഈ കാണുന്നത്. കാമൻ, ആ പെണ്ണിനെ നിങ്ങൾക്ക് വലിച്ചെറിഞ്ഞുകൂടായിരുന്നു. ഇങ്ങനെ പിടിച്ചൊരു വലിയ വലിച്ചാൽ പോരായിരുന്നു. ഇങ്ങനെ കെട്ടി പുണരേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഈ കാണുന്ന 3 ത്രിലോക കളവന്മാരുള്ളതുകൊണ്ട് കൊച്ചു ചെറുക്കൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ട് ചാക്കാലാണ് ആ ചെറുക്കൻ്റെ. നിങ്ങൾക്ക് അവളെ വളയ്ക്കണമെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ വളയ്ക്കണം. അല്ലാതെ ആ കൊച്ചു ബാലകനെ വായിക്കരി വെച്ചിട്ടായിരിക്കരുത് മിസ്റ്റർ അങ്ങനെ ചെയ്യേണ്ടത്. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാര ജീവിയാണ്.